ചെയ്ത? സ്വർണ്ണം എങ്ങനെയാണ് നിന്റെ ബാഗിൽ വന്നേ? അത് ഞാനെടുത്ത് വച്ചതാ. എന്റെ ഈശ്വര, നിന്റെ ഉച്ച ഞാൻ എന്തിനാണ് നീ ഇത് ചെയ്തേ? നിങ്ങളെ മോളെ മാനം കെടുത്താൻ വേണ്ടിയിട്ടാ. അവൾ ഈ കല്യാണം മുടക്കാൻ നടക്കുമല്ലായിരുന്നോ? അവളെ കളിയാക്കി അറസ്റ്റ് ചെയ്ത ഈ കല്യാണം ഭംഗിയായിട്ട് നടക്കൂലോ എന്ന് വിചാരിച്ചിട്ടാ. അത് ശരി, പക്ഷേ എന്തായാലും നീ ചെയ്തത് തെറ്റാ. ഞങ്ങള് സന്തോഷത്തോടെ കൊടുത്ത ആഭരണങ്ങള് കാണാതെ പോയപ്പോ ശ്രേയമോൾ എന്തുമാത്രം വിഷമിച്ചെന്ന് എനിക്കറിയോ? അല്ലേ? നീ ശ്രേയമോളോട് മാപ്പ് പറയടി. പറയടി. മോളെ, എന്നോട് ക്ഷമിക്കണം. അറിയാതെ ചെയ്തു പോയതാ. കുഴപ്പമില്ല ആന്റി, എനിക്ക് നല്ലത് വരാൻ വേണ്ടി ചെയ്തതല്ലേ. ക്ഷമയൊന്നും പറയണ്ട. ആഹാ, കൊള്ളാലോ. എല്ലാത്തിന്റെ അഭിനയം കൊള്ളാം. കല്യാണം നടക്കാനെന്നും പറഞ്ഞ് എന്റെ ഭാര്യയെ കള്ളിയാക്കിയിട്ട് മാഡത്തിനോടാണോ മാപ്പ് പറയുന്നത്? ഒരു മാപ്പ് കൊണ്ടൊന്നും തീരുന്ന പ്രശ്നമല്ല ഇത്. ആരെ അറസ്റ്റ് ചെയ്യണോന്ന് ഞങ്ങൾ തീരുമാനിക്കും. സർ, ആദ്യം കട്ടവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം. എനിക്ക് വയ്യ. ഇനിതേ ഇവരെ ജീപ്പിക്കട്ടെ. സർ വേണ്ട സർ, ഇതിന്റെ ഫാമിലി ഇഷ്യൂ. ഞങ്ങള് നോക്കിക്കോളാം. എന്തായാലും ആഭരണങ്ങളൊക്കെ തിരികെ കിട്ടിയല്ലോ. ഹലോ മാഡം, അങ്ങനെ ഓർഡർ ഇടാൻ വരട്ടെ. നിങ്ങൾക്ക് ആഭരണം തിരിച്ചു കിട്ടിയിട്ടുണ്ടാവാം, പക്ഷേ മോഷണം നിയമത്തിന് മുന്നിൽ കുറ്റകരമാണ്. അതുകൊണ്ട് കള്ളിയായ ഈ സ്ത്രീ കുറ്റവാളിയാണ്. ഇപ്പൊ ഇവരോട് ക്ഷമിച്ച മോഷണം ഇവര് കൈത്തൊഴിലാക്കി മറ്റൊരു സ്ഥലത്ത് നിന്ന് തോന്നും പോലെ അങ്ങ് മോഷ്ടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നിയമപരമായ ശിക്ഷ എന്താണോ അത് ഇവർക്ക് കിട്ടണം. അയ്യോ ദൈവമേ. സർ, ആകാശ് പറയുന്നതൊന്നും കേൾക്കണ്ട. സ്വർണം കാണുന്നില്ലെന്ന് പരാതി വിളിച്ച് പറഞ്ഞത് ഞാനാണ്. ഇപ്പൊ എനിക്ക് പരാതിയില്ല. വേണമെങ്കിൽ SP യെ കൊണ്ട് പറയിപ്പിക്കാം. അങ്ങനെയാണെങ്കിലേ ഞാൻ IG യോട് സംസാരിക്കാൻ പറയാം. എന്താ മാഡം, അധികാരം കയ്യിലുണ്ടെന്ന് കരുതി എന്തും ചെയ്യാന്ന് വിചാരിച്ചോ? നിയമം എല്ലാവർക്കും ഒരുപോലെയാ. സർ, ഇവര് പറയുന്നത് സാറ് കേൾക്കണ്ട. മോഷണം പോയത് ഞങ്ങളുടെ തറവാടിന്റെ പാരമ്പര്യ സ്വത്തിൽപ്പെട്ട ആഭരണങ്ങളാണ്. എന്റെ തറവാടിന്റെ സ്വത്ത് മോഷ്ടിക്കാൻ ശ്രമിച്ചതിന് ഇവരുടെ പേരിൽ ഞാൻ പരാതി തരാം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അക്കുച്ചേട്ടാ വേണ്ട, വിട്ടുകള. നീ മിണ്ടാതിരിക്കും. എല്ലാ കാര്യത്തിലും ഇതുപോലെ വിട്ടുകൊടുത്തതാ ഇവർക്കൊക്കെ എളിതരമായത്. അനുവെങ്ങാനും ഇവരുടെ മോഷണ കല കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ കള്ളിയായി അകത്ത് പോയേനെ. ഈ കാര്യത്തിൽ ഇനി ഒരു കോംപ്രമൈസും ഇല്ല. പ്ലീസ് അക്കുച്ചേട്ടാ, ബുദ്ധിയില്ലാതെ ചെയ്ത കാര്യമല്ലേ. എനിക്കിവരൊരു നല്ല ചിറ്റയല്ല, പക്ഷെ കല്ലുമോളുടെ അമ്മയാ. സ്വന്തം അമ്മ മോഷണ കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നത് ഇവൾക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടി ചിറ്റയോട് ക്ഷമിക്കണം. മോനെ വിട്ടുകളാ. ചാരുമോള് പറഞ്ഞ പോലെ ഈ ദുഷ്ടജന്മങ്ങളെ ഓർത്തല്ല, പാവം കല്ലുമോളെ ഓർത്ത്. സർ, കേസൊന്നും വേണ്ട.
ഇത് ഞങ്ങൾ തന്നെ സംസാരിച്ച് തീർത്തോളാം. വിളിച്ചപ്പോ ഓടിയെത്തിയതിന് താങ്ക്സ്. താങ്ക്സ് ഒക്കെ മാഡം തന്നെ വെച്ചാ മതി. ഞാൻ പറഞ്ഞല്ലേ, ഇവര് കംപ്ലൈന്റ് തന്നാ പിൻവലിക്കും, സ്ഥിരതയില്ലാത്തവരാണെന്ന്. വാ പോ, പിടിക്കേ. ആ എന്തായാലും എല്ലാം ഭംഗിയായിട്ട് തീർന്നല്ലോ. ശ്രേമോള് വന്നേ. അരവിന്ദൻ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. പോയിന്താ വേണ്ട വേണ്ട, ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതാ. എപ്പോ പറഞ്ഞു? മിണ്ടാതിരിക്കവിടെ. ഈശ്വരാ, രക്ഷപ്പെട്ടു. ചാരുമോളെ, എന്തിനാ കരയുന്നത്? നിന്നെ മാനം കെടുത്താൻ നോക്കിയിട്ട് അവര് തന്നെ തോറ്റുപോയില്ലേ? ഞാൻ കരഞ്ഞതുകൊണ്ടൊന്നല്ല ബാലമാമേ, ഞാൻ മോഷ്ടിച്ചൊന്നും അമ്മയും വിശ്വസിച്ചില്ലേ. അമ്മയുടെ കണ്ണ് ഞാനൊരു കള്ള